നമസ്കാരം. ന്യൂസ് ക്യാപ്സ്യൂളിലേക്ക് സ്വാഗതം. ഡൊണാൾഡ് ട്രംപിന്റെ ഗസ സമാധാന കരാറിൽ കൈറോയിൽ നിർണായക യോഗം തുടരുന്നു. വെടിനിർത്തൽ പദ്ധതിയുടെ ആദ്യഘട്ടം ഈ ആഴ്ച വേണമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടു. സമാധാന ചർച്ചയ്ക്കിടയിലും ഗസയിൽ വംശഹത്യ തുടർന്ന ഇസ്രായേൽ. ജയിലിൽ നിരാഹാരം തുടർന്ന സുമത് ഫ്ലോട്ടിലെ ആക്ടിവിസ്റ്റുകൾ. യൂറോപ്പിലെമ്പാടും വൻ പ്രതിഷേധം. 2025 വൈദ്യശാസ്ത്ര നൊബേൽ 3 പേർക്ക്. മേരി ഇബ്രൻകോവ്, ഫ്രെഡ് റാംസ്റ്റൽ, ഷിമോൺ സക്കാഗുച്ചി എന്നിവർ പുരസ്കാരത്തിന് അർഹരായി. പെരിഫറൽ ഇമ്മ്യൂൺ ടോളറൻസിനെ പറ്റിയുള്ള ഗവേഷണത്തിനാണ് നൊബേൽ. ഫ്രാൻസിൽ രാഷ്ട്രീയ പ്രതിസന്ധി രൂക്ഷം. പ്രധാനമന്ത്രി സെബാസ്റ്റ്യൻ ലെക്കോർണു രാജിവെച്ചു. പുതിയ മന്ത്രിസഭയ്ക്ക് അംഗീകാരം നൽകി മണിക്കൂറുകൾക്കകമാണ് രാജി. പ്രസിഡന്റ് എമ്മാനുവൽ മാക്രോണിനാണ് രാജി സമർപ്പിച്ചത്. വിവിധ രാഷ്ട്രീയ പാർട്ടികളുമായി ആഴ്ചകളോളം നടത്തിയ ചർച്ചകൾക്ക് ശേഷം ഞായറാഴ്ചയാണ് പുതിയ മന്ത്രിസഭയെ പ്രഖ്യാപിച്ചത്. ഇന്ത്യയുമായുണ്ടായ 4 ദിവസത്തെ സൈനിക സംഘർഷത്തിൽ ചൈനീസ് നിർമ്മിത ആയുധങ്ങൾ ഫലപ്രദമായി ഉപയോഗിച്ചെന്ന ഉന്നത പാക് സൈനിക ഉദ്യോഗസ്ഥൻ. ബ്ലൂംബർഗിന് നൽകിയ അഭിമുഖത്തിലാണ് പാക് സായുധ സേന പബ്ലിക് റിലേഷൻസ് വകുപ്പ് ഡയറക്ടർ ജനറൽ അഹമ്മദ് ഷെരീഫ് ചൌധരിയുടെ അവകാശവാദം. പാകിസ്ഥാൻ 7 ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടുവെന്നും എന്നാൽ തങ്ങളുടെ ഒരു വിമാനം പോലും തകർക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞില്ലെന്നും ചൌധരി അവകാശപ്പെട്ടു. യുക്രൈനിൽ വീണ്ടും റഷ്യൻ മിസൈൽ ആക്രമണം. 5 പേർ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്ക്. 50-ലധികം മിസൈലുകളും 500-ലധികം ഡ്രോണുകളും അയച്ചെന്ന റിപ്പോർട്ട്. ആക്രമണം കീവ് പ്രവിശ്യയുടെ പടിഞ്ഞാറേ ഭാഗത്ത്. റഷ്യൻ ആക്രമണത്തെ ഭീകരതയെന്ന് വിശേഷിപ്പിച്ച യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി. റഷ്യ ലക്ഷ്യമിടുന്നത് സാധാരണക്കാരായ ജനങ്ങളെ. ക്രൂരതയ്ക്ക് മുന്നിൽ ലോകത്തിന് കണ്ണടയ്ക്കാൻ കഴിയില്ലെന്നും സെലൻസ്കി. വ്യോമാതിർത്തിയിൽ സുരക്ഷ ശക്തമാക്കി പോളണ്ട്. നീക്കം യുക്രൈനിൽ റഷ്യൻ ആക്രമണം കടുപ്പിച്ചതോടെ കൂടുതൽ പ്രതിരോധ സംവിധാനങ്ങൾ സജ്ജം. നാറ്റോയുടെ നേതൃത്വത്തിൽ വ്യോമ പട്രോളിംഗ് തുടരുന്നു. വെനസ്വേലയ്ക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച റഷ്യ. പ്രഖ്യാപനം തീരത്തിനടുത്ത് അമേരിക്ക ബോട്ട് ആക്രമിച്ചതിന് പിന്നാലെ. കരീബിയൻ മേഖലയിൽ സംഘർഷം രൂക്ഷമാകാൻ സാധ്യതയെന്ന വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ്. എവറസ്റ്റ് കൊടുമുടിയുടെ ചരിവുകളിൽ കനത്ത മഞ്ഞുവീഴ്ചയെ തുടർന്ന് കുടുങ്ങിക്കിടക്കുന്നത് 1000-ഓളം പേർ. ടിബറ്റൻ മേഖലയിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. കനത്ത മഞ്ഞുവീഴ്ച തുടരുന്നു. മഞ്ഞ് നീക്കം ചെയ്യാൻ ഗ്രാമീണരെയും രക്ഷാപ്രവർത്തകരെയും നിയോഗിച്ചു. അറബിക്കടലിൽ രൂപപ്പെട്ട ശക്തി ചുഴലിക്കാറ്റിന്റെ ശക്തി കുറഞ്ഞ് തീവ്ര ന്യൂനമർദ്ദമായി മാറിയതായി ഒമാൻ കാലാവസ്ഥാ വകുപ്പ്. പുതിയ ഉപഗ്രഹ ചിത്രങ്ങൾ പ്രകാരം ഒമാൻ തീരത്ത് നിന്ന് ഏകദേശം 130 കിലോമീറ്റർ അകലെയാണ് ന്യൂനമർദ്ദമുള്ളത്. മണിക്കൂറിൽ 51 മുതൽ 61 കിലോമീറ്റർ വേഗതയിലാണ് കാറ്റ് വീശുന്നത്. ന്യൂനമർദ്ദം മധ്യ അറേബ്യൻ കടലിലേക്ക് നീങ്ങുന്നു. സൗദിയിൽ കുത്തനുയരുന്ന വാടക നിയന്ത്രിക്കാനുള്ള നടപടിയുമായി ഭരണകൂടം. അശാസ്ത്രീയമായി വാടക ഉയർത്തുന്ന കൂടുതൽ നഗരങ്ങളിലേക്ക് വാടക വർധന നിരോധന നിയമം നടപ്പിലാക്കും. വാടക വർദ്ധിപ്പിച്ച് അമിത ലാഭം ഉണ്ടാക്കുന്നതിനെതിരെ പള്ളികളിൽ മുന്നറിയിപ്പ് നൽകും. റിയാദിൽ 5 വർഷത്തേക്ക് വാടക നിരക്ക് വർധന നടപ്പാക്കിയതിന് പിന്നാലെയാണ് പുതിയ നീക്കം. ഒമാനെയും യുഎഇയും ബന്ധിപ്പിക്കുന്ന ഹഫീദ് റെയിൽ ശൃംഖലയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗം പുരോഗമിക്കുന്നു. സുഹാർ തുറമുഖം വഴി 3800-ലധികം റെയിലുകളാണ് എത്തിച്ചത്. 238 കിലോമീറ്റർ ദൂരമുള്ള റെയിൽ ശൃംഖല ഒമാനിലെ സുഹാർ നഗരത്തെയും യുഎഇയിലെ അബുദാബിയെയും ബന്ധിപ്പിക്കുന്നു.